ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറേ, അർഹിക്കുന്ന ശിക്ഷ എന്നെ കൊടുക്കണം സാറേ. ഇത്രയും പേരെ ഇത്രയും സമയം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയത് ഇവര് കാരണം. സോറി മോളെ, കുറച്ചു നേരത്തേക്ക് ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. ശ്യാമമ്മയുടെ ശുപാർശ ചെയ്ത ഒരാള് ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഏറ്റവും വലിയ സങ്കടം. സോറി മോളെ. ശ്യാമമ്മയുടെ ഞാൻ ആരാധിക്കുന്ന എന്റെ കൃഷ്ണനാ ഇതിപ്പോ വിളിച്ചിട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അമ്മ ഞാൻ കാരണം നാണം കെടുവായിരുന്നില്ലേ? ജഗദീഷ്, എന്താണ് നിങ്ങളുടെ തീരുമാനം? വേറെന്ത് തീരുമാനം എടുക്കാനാ? ഇതുവരെ ഷൂട്ട് ചെയ്തതൊക്കെ വേറൊരാളെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളെ വെച്ച് എനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ല. എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. സോ എനിക്കിനി പ്രിയങ്ക വെച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ കൂടെ വന്നൊരാള് ഈ സിനിമയിൽ തന്നെ പാടാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോ മിണ്ടിപ്പോരുത്. നീയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചു. ഞങ്ങളുടെ സിനിമ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ജഗദീഷേ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. വേണം നീ വലിയ മിടുക്കാണെന്നാ നിന്റെ ധാരണയല്ലേ? ഈ നിൽക്കുന്നതേ എന്റെ മോള. അവളെ ഒരാള് ചതിക്കാൻ ശ്രമിച്ച അയാളെ ഞാൻ കുരുക്കിയിരിക്കും. വാ മോളെ. മാഡം, താങ്ക്സ്. ഹേ, അമ്മയോട് എന്തിനാ മോളെ നന്ദി പറയുന്നു? നിനക്ക് ആപത്തുണ്ടാവുമ്പോ ഓടി വരേണ്ടതല്ലേ അമ്മ? രാധിക, ഇനി ഒരു കാരണവശാലും അവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇത്രയും നിന്നെ ദ്രോഹിച്ചല്ലേ. മോളെ, അവക്കുള്ള ശിക്ഷ കിട്ടട്ടെ.